ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു കിണ്ണത്തപ്പം തയ്യാറാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നേരത്തെ തന്നെ നമ്മൾ പൊടി വെച്ചിട്ട് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കാണുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അരി വെച്ചിട്ട് എങ്ങനെയാണ് കിണ്ണത്തപ്പം തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ നമ്മളിവിടെ അരി കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ പച്ചരി ഇല്ലെങ്കിൽ ഇഡലി അരി ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇഡലി അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പൊന്നി അരി ആണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു കപ്പ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് ഒരു 7-8 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം കുതിർന്നതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം മിക്സി ജാറിലോട്ട് മാറ്റുക. അതിനകത്തേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലേവറിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ ഫ്ലേവർ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ്. രണ്ടാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കണേ. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. തരിതരിപ്പൊന്നും പാടില്ല. അതിനുശേഷം അതിനകത്തേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ അടിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റാം. അപ്പോൾ മാറ്റുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ അരിച്ചെടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏലക്ക മൊത്തത്തിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏലക്കയുടെ തരിതരിപ്പൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ച് ലൂസായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എത്ര ചേർക്കണം, എത്ര കുറച്ച് ചേർക്കണം, എത്ര കൂടുതൽ ചേർക്കണം എന്നൊക്കെ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് നല്ല പഞ്ചസാര ചേർത്താൽ തന്നെ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലുത്ത് വരണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ 2-ാം പാൽ ചേർത്തിട്ടാണ് നല്ലതുപോലെ അരച്ചെടുത്തത്. 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവിരിക്കാൻ. നമ്മുടെ ദോശമാവിനെക്കാട്ടിലും കുറച്ചൊരു അയവ് വേണം കേട്ടോ. ദോശമാവിൻ്റെ ഇതല്ല, അതിനെക്കാട്ടിലും കുറച്ചും കൂടി അയവ്. അപ്പം നമുക്ക് അതിവിടെ റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീൽ പാത്രം എടുക്കുക. പാത്രത്തിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ വെണ്ണയോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കണേ. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആവി കയറ്റാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കാം. കാരണം പാത്രത്തിൽ ഒഴിച്ചിട്ട് എടുത്ത് വെക്കാനാണെങ്കിൽ ചിലപ്പം സൈഡൊക്കെ ഇങ്ങനെ പോകും. അതുകൊണ്ട് നമ്മൾ ആവി കയറ്റാനുള്ള പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് മാവ് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്തേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ കിണ്ണത്തപ്പമൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഇതുപോലെ മേളിൽ ഇങ്ങനെ ജീരകം കിടക്കും. നല്ല ടേസ്റ്റാണ് അത് കടിക്കാൻ വേണ്ടി. അതിനുവേണ്ടി മാത്രമാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. അതിനുശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊക്കത്ത് ഒരു പാത്രം വയ്ക്കാം കേട്ടോ, വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി. വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ആവി കയറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി കയറ്റി ഇടയ്ക്കൊന്ന് കുത്തി നോക്കണം റെഡി ആയിട്ടുണ്ടോ എന്ന്. നമ്മുടെ കേക്കൊക്കെ കുത്തി നോക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് കേട്ടോ ഈ കിണ്ണത്തപ്പത്തിന്. നമ്മൾ നേരത്തെ അരിപ്പൊടി വെച്ചിട്ട് കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് അരി വെച്ചിട്ടാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും അല്ലാതെ ഓഫീസിൽ കൊണ്ടുപോകാനും അല്ലെ ഇടയ്ക്ക് നമുക്ക് വീട്ടിലൊക്കെ അവധിക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. മധുരം ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് തന്നെ തയ്യാറാക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.